വളരെ നിസ്സാരമായിട്ട് ഫൈനൽ കട്ടിൽ നിങ്ങളെ കട്ട് ചെയ്ത് കളഞ്ഞു എന്നൊക്കെ പറയുമ്പോഴേ അവർ കട്ട് ചെയ്യുന്നത് നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും ആ കട്ട് ചെയ്യുമ്പോൾ വേദനിക്കുന്ന നമ്മുടെ ഹൃദയവുമാണെന്ന് പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനിതിനെ എങ്ങനെ അതിജീവിക്കും? ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു പോയി, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മനുഷ്യരോട് പറഞ്ഞു പോയി, എൻ്റെ സുഹൃത്തുക്കളോട്, എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ ഞാനങ്ങ് പറഞ്ഞു പോയി ആ ഒരു ആവേശം കൊണ്ട്. അപ്പോൾ എൻ്റെ ഒരു പേരൻറ്റ് ആ സിനിമ പോയി കണ്ടു. ഞാനതിലുണ്ട് എന്ന് കരുതി തിയേറ്ററിൽ പോയി ആ പടം കണ്ടു. പടം കണ്ടതിന് ശേഷം എന്നോട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ ആ സിനിമ മൊത്തം കണ്ടു, പക്ഷേ സാറിനെ ആ സിനിമയിൽ കണ്ടില്ലല്ലോ. എനിക്ക് വലിയൊരു വിഷമം ഉണ്ടായി. ഞാൻ വേറൊരു നടനെ വിളിച്ചിട്ട് ഞാൻ പറയുന്നു, ഈ ഡിജോ ജോസ് സാറിനോടൊന്ന് വിളിച്ച് പറയാമോ, ആ ഡിലീറ്റഡ് സീനൊന്ന് ഷെയർ ചെയ്യാൻ പറയാമോ, അല്ലെങ്കിൽ നമുക്ക് വിഷമമായെന്നൊന്ന് അറിയിക്കാമോ എന്നൊക്കെ ഞാനങ്ങ് പറയുക. എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് നീ മണ്ടനാണോ പൊട്ടനാണോ എന്തിനാണോ QR കോഡ് ഇട്ടേന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. അപ്പോഴേ ഞാനത് ക്യാൻസൽ ചെയ്തു ആക്ച്വലി. എന്നിട്ട് റീബുക്ക് ചെയ്തു. ചിലരൊക്കെ ഇങ്ങനെ കളിയാക്കിയപ്പോൾ ഞാൻ പറയുന്നത്, എടാ മക്കളെ, ഞാൻ ഈ സിനിമയിലുണ്ട്, ഇതിൽ അഭിനയിച്ച ആളാണ് ഞാൻ എന്നൊക്കെ ആവേശത്തോടെ പറഞ്ഞിട്ട് ഒറ്റ നിമിഷം കൊണ്ട് നമ്മൾ ഉരുകി അങ്ങ് ഇല്ലാതായിപ്പോയി. ഞാനൊരു കള്ളം പറഞ്ഞിട്ടാണ് പൃഥ്വിരാജിനോട് ജീവിതത്തിൽ ആദ്യമായി സംസാരിക്കുന്നത്. ഞാനത് ചെയ്ത് തെറ്റാണെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഈ സമയം. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. കാരണം ഞാനൊരു അച്ഛനാവാൻ പഠിച്ച ആളാണ്, ഞാനൊരു എക്സമിനേറിയനാണ്. വലിയ സ്വപ്നത്തോടെയാണ് സിനിമയുടെ പിന്നാലെ വരുന്നത്, ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ചിലർ പറഞ്ഞു 700 രൂപ കിട്ടിയില്ലേ, അല്ലെ ബിരിയാണി കിട്ടിയില്ലേ. നമ്മുടെ ഒരു മുഖം ഒരു സെക്കൻഡിൽ ഇതേപോലെ വലിയൊരു പടത്തിൽ വന്നാൽ അതിന് ബിരിയാണിയെക്കാളിലും അല്ലെങ്കിൽ 700 രൂപയെക്കാളിലും അല്ലെ എത്ര പൈസയെക്കാളിലും ഒക്കെ വളരെ വലുതാണ് ഒരാളുടെ സ്വപ്നം. ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എൻ്റെ വാക്കുകൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ മനസ്സിലുണ്ടായ ചില വേദനകൾ ഈ ചാനലുമായിട്ട് പങ്കുവെച്ചെന്നേ ഉള്ളൂ. ക്വാലിറ്റിയിൽ ഞാൻ ആ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമയിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പ്രതീഷ് എന്ന് പറയുന്ന കോർഡിനേറ്റർ വിളിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ആ സെറ്റിലേക്ക് കടന്നു ചെല്ലുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആക്ച്വലി ADs-ഒക്കെ എന്നോട് പറഞ്ഞു, ഞാൻ നായർ പടയാളിയാക്കാൻ കൊള്ളാം, നിങ്ങൾ നായർ പടയാളിയാണെന്ന് പറഞ്ഞുകൊണ്ട് സെലക്ഷൻ എനിക്ക് കിട്ടുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉടനെ ഞാൻ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഓൾറെഡി ഒരു സിനിമയിൽ IPS ഓഫീസറായിട്ട് ആക്ട് ചെയ്ത് എനിക്ക് ജസ്റ്റ് താടിയുടെ ഒരു സെക്ഷൻ ഒരു ഡയമണ്ട് പോലെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വടിക്കാൻ വേണ്ടി എന്നെ മേക്കപ്പ് റൂമിലേക്ക് കയറ്റുന്നു. അപ്പോൾ കുറേ നേരം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ ഒരു അസിസ്റ്റൻ്റായ ഒരു പയ്യനാണെന്ന് തോന്നുന്നു, അത് ഇങ്ങനെ ആദ്യം ഇവിടെ വടിക്കുന്നു, അതിനുശേഷം മീശ വടിച്ച് അങ്ങ് 1930s ഒരു ക്യാരക്ടർ പോലെ അങ്ങ് മീശ വടിച്ചു, സത്യനെ പോലൊക്കെ മീശ വടിച്ച് കളയുന്നു. ഉടനെ ഞാൻ കുറേ കഴിഞ്ഞ് എൻ്റെ കൂടെ ഈ സെലക്ഷൻ നായർ പടയാളീസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്ന ഫ്രെയിം വരാൻ സാധ്യതയുള്ള ഇതിലേക്കാണ് സെലക്ഷൻ വന്നത്. അപ്പം എൻ്റെ മീശ മാത്രം കട്ട് ചെയ്യുന്നു, ബാക്കി എൻ്റെ കൂടെ സെലക്ഷൻ കിട്ടിയവന്മാരെല്ലാം കൊമ്പൻ മീശ വെച്ച് മീശയുണ്ട് അവർക്ക്. അപ്പോൾ എൻ്റെ മുഖം അങ്ങ് വൃത്തികേടായിപ്പോയല്ലോ എന്ന് എനിക്ക് വിഷമമാവുന്നു. അപ്പം ഞാൻ ഈ എന്നെ ആ റൂമിലേക്ക് കയറ്റി വിട്ട മേക്കപ്പ് മാനോട് ഞാൻ ചോദിക്കുന്നു, സാർ എൻ്റെ മുഖം എന്തിനാണ് ഇങ്ങനെ മീശ കട്ട് ചെയ്ത് കളഞ്ഞത്, വൃത്തികേടായല്ലോ, ബാക്കി ഉള്ളവരുടെ ആരുടെയും നായർ പടയാളികളുടെ മീശ കട്ട് ചെയ്തില്ലല്ലോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഉടനെ അയാൾ അങ്ങ് പെട്ടെന്ന് ചൂടായിക്കൊണ്ട് വിളിച്ച് പറയുകയാണ്, അത് അവന് അബദ്ധം പറ്റിയതാ ഇന്നവന് എന്നൊക്കെ പറഞ്ഞ് ദേഷിച്ചിട്ട് പറഞ്ഞു, നമ്മളെന്ത് ചെയ്യാനാന്ന് പറയുകയാണ്, അവൻ അബദ്ധത്തിൽ മീശ കട്ട് ചെയ്ത് പോയി എന്ന് പറയുക. അപ്പോൾ പെട്ടെന്ന് എനിക്ക് വിഷമമായിപ്പോയി, തലവേദനയായി. ദൈവമേ, നമ്മുടെ ലൈഫിൽ ഒരുപക്ഷെ ഒരു ഫ്രെയിം കിട്ടേണ്ട ഒരു സാധനം, അതിൽ നമ്മുടെ ഏറ്റവും ഗ്ലാമറുള്ള മുഖമാണ് വരാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സിനിമയിൽ ആക്ച്വലി. അപ്പം അതിനുശേഷം നടക്കുന്നതെല്ലാം അവഗണനയാണ്. പെട്ടെന്ന് അതങ്ങ് ആ സീൻ മാറുന്നു. എന്നെ ഉടനെ പൃഥ്വിരാജ് ആ ഇൻട്രോ സീനിൽ കടന്നു വരുമ്പോൾ ആ വാതിലിൽ 2 ഭടന്മാർ, എൻ്റെ കൂടെ നിന്ന നല്ല ശരീരമുള്ള ഒരു മല്ലനെ പോലെ ഇരിക്കുന്ന ഒരു ട്രിവാൻഡ്രംകാരൻ ഒരാളൂടെ ഉണ്ടായിരുന്നു. അയാളെയും എന്നെയും ആ വാതിലിന് മുന്നിൽ നിൽക്കാനായിട്ട് പറയുന്നു. അപ്പോൾ അതിന് സെലക്ഷൻ കിട്ടി ഞങ്ങളിങ്ങനെ അവിടെ ചെന്ന് കുറേ നേരം നിൽക്കുമ്പോൾ അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ പൃഥ്വിരാജാണ് എന്ന് ഞാൻ കാണുക ആ സൈഡിൽ കൂടെ. അപ്പം ഞാൻ ആകാംക്ഷയോടെ അവിടെ ഇങ്ങനെ ഈ ഷൂട്ട് നടക്കുന്നിടത്ത് ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ട്